ഇന്ന് രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു അല്ലേ. സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം, കർഷകർ പാല് കൊണ്ടു കൊടുക്കാൻ സൊസൈറ്റിയിൽ പോകുന്ന സമയം, വയലിലേക്ക് പോകുന്ന സമയം, ആ സമയത്ത് ഒരു 7:15 കൂടിയാണ് ഒരാളെ വീടിൻ്റെ ഗേറ്റ് തകർത്ത്, മതിൽ തകർത്ത് ഒരാന അയാളുടെ വേഗത്തേക്കാൾ വലിയ വേഗത്തിൽ ഓടി കുത്തിക്കൊല്ലുന്നത് ഒരു വീട്ടു പറമ്പിലേക്കെത്തി. ഈ മോഴയാന എന്ന് പറയുമ്പോൾ എന്താ, കൊമ്പില്ലാത്ത ആണാനകളാണ്. അത് അതിശക്തരായിട്ടുള്ള ആനകളാണ് എന്നാണ് പറയുന്നത്. മോഴ ആനകൾ അങ്ങനെ കൊമ്പില്ലാതെ വരുമ്പോൾ അതിന് ശക്തി കൂടുമോ എന്ന് സംശയം എനിക്കുണ്ട്. ശക്തരായിട്ടാണ് മോഴ ആനകൾ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയധികം എന്ന് വെച്ചാൽ ഒരു ബീഭത്സമായ ആക്രമണമാണ് ഇന്ന് ആ ചെറുപ്പക്കാരൻ നേരിട്ടത് എന്ന് പറയാതെ വയ്യ. അത് നമ്മളെയൊക്കെ ഞാൻ എൻ്റെ നമ്മുടെയൊക്കെ ഒരു മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല. ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ആന ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ഭയാനകമായ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഒരു ആനയെ കണ്ട് ഓടി മതിൽ ചാടി അകത്തേക്ക് കയറി വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരാളെ, അയാളെ മാത്രം കുറേ ആളുകൾ ആ ദൃശ്യത്തിലുണ്ട്, ആ ഫ്രെയിമിൽ കുറേ ആളുകളുണ്ട്. തന്നെ ആദ്യം കണ്ട ആളെയാണ് ആന ഓടി വന്ന് മതിൽ തകർത്ത് ആക്രമിച്ച് കൊല്ലുന്നത് എന്നുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വനാന്തര മേഖലകൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്നു യഥാർത്ഥത്തിൽ. നമുക്കിവിടെ നിങ്ങൾ ഒരു കർഷകരുടെ ആംഗിളിലാണ് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നെ സംബന്ധിച്ച് നിരവധി ചർച്ചകളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാട്ടാനകൾക്ക് കൂടുതലായി വരാൻ പോകുന്നത്? ഇപ്പോൾ കർണാടക വനാതിർത്തിയിൽ നിന്ന് വന്ന ഒരു ആനയാണല്ലോ ഇപ്പോൾ വയനാട്ടിൽ വന്നിരിക്കുന്നത്. ആ മേഖലയിലൊന്നും വെള്ളമില്ല. അതായത് നമ്മുടെ ഈ വയനാട് മേഖലയിലാണ് കുറച്ചെങ്കിലും പച്ചപ്പ് നിലവിലുള്ളത്. ആ പച്ചപ്പ്, ആ വെള്ളം തേടിയിട്ടാണ് ഈ ആനകൾ അങ്ങേ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആനകളുടെ ഒരു പ്രഷർ രൂപപ്പെടുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവരാണ് ഈ പ്രഷർ രൂപപ്പെടുന്ന കൂട്ടത്തിലാണ് ഈ ഇത്തരം മോഴ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ അവിടെ ഉണ്ടാകുന്ന സംഘർഷം ഒന്ന്, രണ്ട്, ഈ വെള്ളം കിട്ടാതെ അവരുടെ ജീവിതം, ആ ജീവിതത്തിൽ അവർ നാട്ടിൽ കാണിക്കുന്ന അക്രമ സംഭവങ്ങൾ. നമ്മൾ കടുവയുടെ കാര്യത്തിനകത്തും ഏതാണ്ട് സമാനമായ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളതാണ്. കാട്ടിലെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ ഓരോ കടുവയ്ക്കും ഉണ്ടല്ലോ. ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന കടുവകളാണ് പിന്നീട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന കടുവകളാണ് പിന്നീട് ഈ തോട്ടങ്ങളിലൊക്കെ അഭയം പ്രാപിക്കുന്നതെന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഏതാണ്ട് തേക്ക് തോട്ടങ്ങൾ കാടിൻ്റെ 40% കവർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായ കാര്യമാണ്. നമ്മൾ 1980 വന നിയമത്തോടു കൂടി കാട് സംരക്ഷിച്ചു എന്ന് അഭിമാനിക്കുന്നവരാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാട്ടിൽ പോയി തേക്ക് വെച്ച് പിടിപ്പിച്ച് ആ കാടിൻ്റെ 40% അപഹരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാവുക? ഇതെങ്ങനെയാണ് നീതിയാവുക? ഈ തേക്കിൻ്റെയും അതുപോലെ തന്നെ യൂക്കാലിയുടെയും അടിയിൽ പുല്ലുപോലും പൊടിക്കില്ല. അപ്പോൾ പിന്നെ ഈ സാധാരണഗതിയിൽ ആവാസ വ്യവസ്ഥ തേടുന്ന കാട്ടാനകൾ, ഈ കടുവകൾ എങ്ങനെയാണ് കാട്ടിൽ ജീവിക്കുക? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന തേക്കുകളെല്ലാം വെട്ടിമാറ്റി ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കണം. ഈ തേക്ക് കൊണ്ട് ഇനിയിപ്പോൾ ഫെൻസിങ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോൺക്രീറ്റ് മതിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൂതന സംവിധാനമുണ്ടോ? ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടായി ഈ പറയുന്ന തേക്ക് കാടുകൾ മാറ്റുകയല്ലേ വേണ്ടത്? നമ്മളെല്ലാ ദിവസവും പുതിയ മരണം, പുതിയ ആക്രമണങ്ങൾ നമ്മളെടുത്ത് ചർച്ച ചെയ്യുകയാണ്. പരിഹാരം ഉണ്ടാകുന്നില്ല. നാളെ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയം കഴിയുമ്പോൾ വേറൊരു വിഷയത്തിലേക്ക് പോകും. ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തന്നെയും മൗലികമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്? നമ്മുടെ സർക്കാരുകളാണ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ചെവിയിലേക്ക് എത്തുന്നില്ല. വളരെ ദുർബലമായിട്ടുള്ളൊരു ശബ്ദമാണോ മലയോര മേഖലയിലെ കർഷകരുടേത്, ജനതയുടേത്? അല്ല എന്ന് ബോധ്യമായി. ഞാൻ രാവിലെ 10 മണി മുതൽ 1 മണി വരെ 3 മണിക്കൂർ നേരം ഈ പ്രക്ഷോഭത്തിൻ്റെ, ഈ മുദ്രാവാക്യങ്ങളുടെ ശബ്ദത്തിൻ്റെ ഉയർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വലിയ നിലയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ വൈകാരികമായി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരണത്തടി കൊടുക്കേണ്ട ഒരു സമയമായി. സുജയ പാർവതി. Meet the editors.